എറണാകുളത്തെ 4 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞിരുന്നില്ല എന്ന അമ്മയുടെ മൊഴി. കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ചതല്ല, ആലുവയിലെത്തിയ ശേഷമാണ് കൊലപാതകം നടത്താൻ തീരുമാനിക്കുന്നതെന്നും അമ്മ മൊഴി നൽകി. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിന, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഖില 4 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയെ ഇന്നലെ ചെങ്ങമനാട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ഇവർ കൊലപാതകത്തെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഇവർ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പീഡനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് ഇവർ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മുൻകൂട്ടി തീരുമാനിച്ച കൊലപാതകമല്ല, അത് ആലുവയിലെത്തിയതിന് ശേഷമാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമെന്നാണ് അവർ പറയുന്നത്. ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും കടുത്ത പകയുണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ എത്തിയതിന് ശേഷമാണ് കൊല ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. നേരെ മൂഴിക്കുളത്തേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തി കുട്ടിയെ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടി ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് കുറച്ചു നേരം ദേഹത്തിങ്ങനെ പറ്റിച്ചേർന്ന് കിടന്നു. ഉടൻ ആ പാലത്തിൽ നിന്ന് താഴേക്കിടുകയായിരുന്നു. താഴേക്കിട്ട ശേഷം ഉടൻ തന്നെ മടങ്ങി ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ആ യുവതിയുടെ മൊഴി. മാത്രമല്ല, ഇവർക്ക് ഈ സ്ത്രീക്ക് ചില സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലപ്പോഴും അത്തരം തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും പല കാര്യങ്ങളിലും സംസാരിക്കേണ്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും സംസാരിച്ചിരുന്നില്ല എന്നുള്ളതും പോലീസിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായി തന്നെ ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഖില.